യുഎസിൻ്റെയും ഇറാൻ്റെയും ഇടയ്ക്ക് മീഡിയേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത് പാകിസ്ഥാനാണ്. യുഎസിൻ്റെ സമാധാന കരാറിന്മേലുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു റെസ്പോൺസ് ഇപ്പോൾ ഇറാൻ പാകിസ്ഥാനിന് കൈമാറിയിരിക്കുകയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ യുദ്ധമുഖങ്ങളിലും സംഘർഷം അവസാനിപ്പിക്കണം എന്നാണ്. ഇന്ന് രാവിലെ കുവൈറ്റിൻ്റെ വ്യോമാതിർത്തിയിൽ നിരവധി അജ്ഞാത ഡ്രോണുകൾ കണ്ടെത്തി. കുവൈറ്റിൻ്റെ എയർ ഡിഫൻസ് ഫോഴ്സ് ഇവയെല്ലാം നിരീക്ഷിക്കുകയും ഇവയെല്ലാം തകർക്കുകയും ചെയ്തു. അതുപോലെ UAEയുടെ വ്യോമാതിർത്തിയിൽ 2 ഡ്രോണുകളാണ് ഇന്ന് കണ്ടെത്തിയത്. ഇവയെയും UAE എയറിൽ വെച്ച് തന്നെ തകർക്കുകയാണ് ഉണ്ടായത്. മറ്റൊരു ആക്രമണം എന്ന് പറയുന്നത് അബുദാബിയിൽ നിന്ന് പുറപ്പെട്ട ബ്രിട്ടീഷ് വാണിജ്യ ചരക്ക് കപ്പലിന് നേരെ ദോഹയ്ക്ക് സമീപം ഒരു അൺനോൺ പ്രൊജക്ടൈലിൻ്റെ ഒരു ആക്രമണം ഉണ്ടായി. ദോഹയ്ക്ക് വടക്ക് കിഴക്ക് 23 നോട്ടിക്കൽ മൈൽ മാറിയാണ് ഈ ഒരു സംഭവം നടന്നത്. ഈ ഒരു ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ ചെറിയ രീതിയിൽ തീപിടുത്തമുണ്ടായി. എന്നാൽ കപ്പലിൻ്റെ ക്രൂ ഉടൻ തന്നെ ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കി. പിന്നീട് ഈ ഒരു കപ്പൽ അതിൻ്റെ യാത്ര തുടർന്നു. ഈ ഒരു കപ്പലിൽ ആർക്കും തന്നെ പരുക്കുകൾ ഏറ്റിട്ടില്ല എന്നുള്ളത് ഖത്തർ കൺഫേം ചെയ്തു. മെയ് 1 ഗാസയിലേക്ക് പോയ ഫ്ലോട്ടിലയിൽ നിന്ന് ഇസ്രയേൽ 2 വിദേശ സാമൂഹിക പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തത്. ഇവരെ പിന്നീട് ഇപ്പോൾ സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചയച്ചിരിക്കുകയാണ്. പലസ്തീൻ വംശജനായ സ്പാനിഷ് പൗരനായ സെയ്ഫ് അബു ഖെഷക്, ബ്രസീൽ പൗരനായ തിയാഗോ അവില എന്നിവരാണ് ഇസ്രയേലിൻ്റെ ഈ ഒരു കസ്റ്റഡിയിലുണ്ടായിരുന്നത്. ഗ്രീസിന് സമീപമുള്ള അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിൽ വെച്ചാണ് ഇസ്രയേൽ നാവികസേന ഇവരുടെ ഫ്ലോട്ടില തടഞ്ഞത്. കപ്പൽ പിടിച്ചെടുത്തതിന് ശേഷം ഇരുവരെയും ചോദ്യം ചെയ്യാനായി കഴിഞ്ഞ ആഴ്ച ഇസ്രയേലിലേക്ക് കൊണ്ടുപോയിരുന്നു. പോപ്പുലർ കോൺഫറൻസ് ഫോർ പലസ്തീനിയൻസ് എബ്രോഡ് എന്ന സംഘടനയുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു. PCPA എന്ന സംഘടനയെ രഹസ്യമായി നിയന്ത്രിക്കുന്നത് ഹമാസ് ആണെന്ന് US വ്യക്തമാക്കുന്നു. ഈ ഒരു സംഘടനയെ ഇസ്രയേലും അമേരിക്കയും ഔദ്യോഗികമായി നിരോധിക്കുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. MV ഹോണ്ടിയസ് എന്ന ആഡംബര കപ്പൽ ഇന്ന് രാവിലെ തന്നെ ടെനറിഫ് എന്ന തുറമുഖത്തിൽ, സ്പെയിനിലെ ടെനറിഫ് തുറമുഖത്തിൽ അടുപ്പിച്ചിരുന്നു. ഈ കപ്പലിൽ നിന്ന് യാത്രക്കാരെ മുഴുവൻ ഇന്ന് ഒഴിപ്പിക്കുകയും ഇന്ന് ഹെൽത്ത് സ്ക്രീനിങ്ങിന് വിധേയമാക്കിയതിന് ശേഷം അവരവരുടെ രാജ്യങ്ങളിലേക്ക് അയക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കപ്പലിൽ വെച്ച് ഹന്ത വൈറസ് ബാധിക്കപ്പെട്ട് 3 പേരാണ് മരിച്ചത്. ഇവർ അർജന്റീനയിൽ ഈ കപ്പലിൽ കയറുന്നതിന് മുൻപ് തന്നെ റോഡന്റ് വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും, അതായത് എലി മുതലായ ജീവികളാണ് ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്നത്. ഇവയുടെ എന്തെങ്കിലും തരത്തിലുള്ള വിസർജ്യവുമായിട്ടുള്ള ഒരു സമ്പർക്കം ഉണ്ടായി കാണാം. അതുകൊണ്ടായിരിക്കാം ഇവർക്ക് ഇത്തരത്തിൽ ഒരു ഹന്ത വൈറസ് ബാധ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ആരോഗ്യ വിദഗ്ധർ എത്തിയിരിക്കുന്ന നിഗമനം. തമിഴ്നാടിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായി ജോസഫ് വിജയ് ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്തു. ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത്. 9 അംഗ മന്ത്രിസഭയോടൊപ്പമാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ഉടൻ തന്നെ അദ്ദേഹം 3 പ്രധാന ഭരണപരമായ നിർണായക ഉത്തരവുകളിൽ ഔദ്യോഗികമായി ഒപ്പുവെച്ചു. ഒന്നാമത്തെ ഉത്തരവ് എന്ന് പറയുന്നത് 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി കൊടുക്കുക. അതായത് 2 മാസത്തിൽ ആകെ 500 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കും. അർഹരായ ഉപഭോക്താക്കൾക്ക് 200 യൂണിറ്റ് വൈദ്യുതി പൂർണ്ണമായും സൗജന്യമായി നൽകുന്ന ക്ഷേമ പദ്ധതിക്കാണ് അദ്ദേഹം അനുമതി നൽകിയിരിക്കുന്നത്. രണ്ടാമത്തത് സിംഗപ്പെണ്ണ് പ്രത്യേക ടാസ്ക് ഫോഴ്സ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളും തടയുന്നതിനായുള്ള അതിവേഗ പ്രതികരണ സേനയാണിത്. അതിനൂതന സംവിധാനങ്ങളുള്ള ഈ ഒരു വനിതാ സംരക്ഷണ സേനയ്ക്കായി ഒരു പ്രത്യേക ഹോട്ട്ലൈൻ നമ്പറും ഏർപ്പെടുത്താൻ ഉത്തരവിട്ടിരിക്കുകയാണ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് നിയമവിരുദ്ധ മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും പിടികൂടുന്നതിനായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക അന്വേഷണ സംഘങ്ങൾ രൂപീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ലഹരി മാഫിയകൾക്കെതിരെ കർശനവും ഉടനടിയായിട്ടും ഉള്ളതുമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഈ ഒരു പ്രത്യേക വിഭാഗത്തിന് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നു. അദ്ദേഹം പ്രധാനമായിട്ടും ഒരു ആരോപണം മുൻ സർക്കാരിന് നേരെ ഉയർത്തിയിട്ടുണ്ട്. അതായത് മുൻ സർക്കാർ സംസ്ഥാന ഖജനാവ് പൂർണ്ണമായും ശൂന്യമാക്കിയെന്നും തമിഴ്നാടിനെ ഏകദേശം 10 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിലാക്കിയെന്നും വിജയ് ആരോപിക്കുന്നു. പൊതു സുതാര്യത
ഉറപ്പാക്കുന്നതിനായി 2021 മുതൽ 2026 വരെയുള്ള സംസ്ഥാനത്തിന്റെ കടബാധ്യതകൾ വ്യക്തമാക്കുന്ന ഔദ്യോഗിക സാമ്പത്തിക ധവളപത്രം സർക്കാർ ഉടൻ പുറത്ത് വിടുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാൽ മുൻ മുഖ്യമന്ത്രിയും DMK അധ്യക്ഷനുമായ MK സ്റ്റാലിൻ ഈ ഒരു ആരോപണത്തെ ശക്തമായി എതിർത്തു. സംസ്ഥാന ബജറ്റ് സുതാര്യമാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. സംസ്ഥാന ബജറ്റ് സുതാര്യമാണെന്ന് പരസ്യമായി പ്രസ്താവിച്ച അദ്ദേഹം ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ പണമില്ല എന്ന് പറഞ്ഞ് ഒഴിയരുതെന്ന് വിജയ്ക്ക് മുന്നറിയിപ്പും നൽകിയിരിക്കുന്നു. കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആരാകും എന്നതിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും ഇന്ന് അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായില്ല. കേരളത്തിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടും അവിടെ ഒരു സർക്കാർ ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ലെന്ന് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. അധികാര പങ്കുവെക്കൽ തർക്കം ഇപ്പോഴും കോൺഗ്രസിൽ നടക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. 2.5 വർഷം വീതം അധികാരം പങ്കിടണമോ അതോ 5 വർഷത്തേക്ക് 5 മുഖ്യമന്ത്രിമാരെ വേണമോ എന്ന കാര്യത്തിൽ കോൺഗ്രസിന് ഇപ്പോഴും ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം കളിയാക്കി. പഴയ ചരിത്രം ആവർത്തിക്കുകയാണെന്നും ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, കർണാടക എന്നിവിടങ്ങളിൽ ഉണ്ടായ സമാനമായ നേതൃത്വ തർക്കങ്ങളാണ് ഇപ്പോൾ കേരളത്തിലും ആവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനെതിരെ രമേശ് ചെന്നിത്തല പറഞ്ഞത് കോൺഗ്രസ് ഒരു ജനാധിപത്യ തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണെന്നും ഡൽഹിയിൽ 50 ദിവസത്തോളം എടുത്താണ് BJP അവിടെ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് കോൺഗ്രസ് സമയമെടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയെ സജസ്റ്റ് ചെയ്യും എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്.